അതൊക്കെ എന്തായാലും ഉമ്മ ചെയ്യാൻ നിൽക്കണ്. അവിടെ വെക്കി, ഞാൻ ചെയ്യാതെ. അതിനിപ്പോൾ എന്താ, നീ ഇത് വിരിച്ചിട്ടാലും ഞാൻ വിരിച്ചിട്ടാലും തുടങ്ങില്ലേ, പിന്നിപ്പോൾ എന്താ. ഈ ഉമ്മാൻ്റെ ഒരു കാര്യം. ഉമ്മ പായസം കുടിച്ചോ? ഞാൻ കുടിച്ചു. ഈ കുടിച്ചില്ലേ? ഞാൻ കുടിച്ചു. പിന്നെ ഉമ്മ, നമുക്കിത് രാത്രിയിലേക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? അങ്ങനത്തെ കുറച്ച് അരി ഇരിക്കുന്നുണ്ട്, നമുക്ക് രാത്രി വെച്ചാലോ? ഇന്നിനിപ്പിന് ബിരിയാണി ഉണ്ടാക്കണോ? ഉച്ചക്കത്തെ കൂട്ടാനും ഉപ്പേരി എല്ലാം ഇരിക്കല്ലേ. ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യുക? നമുക്ക് നാളെ ഉണ്ടാക്കിയാലോ എന്നാ? അതെ, എന്നാൽ ശരി, നമുക്ക് നാളെ വയ്ക്കാം. അതായത് താത്ത എന്താ പറയാണ്ട് വന്ന്? അല്ല, എൻ്റെ വീട്ടിലേക്ക് വരുന്ന എന്തിനാ ഞാൻ പറയേണ്ട ആവശ്യം? ഇത് നല്ല കാര്യമായി. അത് താത്ത ഞാനൊരു തമാശക്ക് വെച്ചല്ലേ, ഇനിയിപ്പോൾ നിങ്ങളത് കാര്യമാക്കണ്ട. ഞാനും വെറുതെ പറഞ്ഞതാ, ഈ അത് കാര്യമാക്കണ്ട. ആയിക്കോട്ടെ എന്നാ. അല്ല, ഉമ്മ എങ്ങടെ പോയി? അമ്മ ഇത്ര നേരം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അപ്പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. താത്ത ഇരിക്കുക അവിടെ? ഞാൻ ഇവിടെ ഇരിക്കുക. ഈ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വന്നാ. അത്ര നേരം നടന്നിട്ടേ വെള്ളത്തിന് തയ്ക്കണം. നീയോ? നീ എപ്പോഴാണ് വന്ന്? ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നുള്ളൂ. നിങ്ങളിത് എങ്ങടെ പോയിണ്ടായി? ഞാനേ ഒന്ന് അപ്പുറത്തെ വീട് വരെ പോയതാ. ഇന്ന് വിളിക്ക് കുറച്ച് പായസം വേണം പറഞ്ഞിട്ടേ പായസം ഉണ്ടാക്കി. അപ്പം ആ കുട്ടിക്ക് കുറച്ച് കൊടുക്കാൻ പോയതായിരുന്നു. ഈ എന്തൊരു മുന്നറിയിപ്പില്ലാണ്ട് വന്ന്? അമ്മായിമ്മേനായിട്ട് വഴക്കായിട്ട് വന്നതാ? ആ തലയുടെ സ്വഭാവത്തിന് മനുഷ്യന്മാരിയ്ക്കും അതിൻ്റെ കൂടെ. എൻ്റെ പറച്ചിൽ കേട്ടതൊന്നും ഇപ്പോൾ ഈ പറയണ ആൾ നല്ല ആളാണെന്ന്. ഇന്നിപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായി? തള്ള ആവശ്യമില്ലാണ്ട് രാവിലെ തന്നെ വഴക്കൂടാൻ വരുന്നു. ഇന്നിപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ നേരം വെളുത്തപ്പോൾ പുട്ടിന് പൊടി കുഴച്ചു. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ പുട്ടന്നെ അറിയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കാറില്ലേന്ന്. അപ്പോൾ എനിക്കിവിടെ ഒരു ദേഷ്യം വന്നിട്ടുണ്ട്. അല്ല, അതിനിപ്പോൾ എന്താ ഇത്ര മാത്രം ദേഷ്യം വരാനുള്ളത്? അപ്പം അതിനെന്താ വേണ്ടി എനിക്ക് ഉണ്ടാക്കി കൊടുത്തോടെന്ന്? നല്ല കാര്യമായി. അതിന് ഈ ചപ്പാത്തി, പത്തിരി, നൂൽപുട്ട് അതൊക്കെ പറ്റുള്ളൂ. ആരെ കൊണ്ട് വയ്ക്കുന്നത് ഇതൊക്കെ കുഴച്ച് പരത്തി ഉണ്ടാക്കി കൊടുക്കാൻ? എനിക്ക് തന്നെ വയ്യാണ്ട ഞാൻ പുട്ടുണ്ടാക്കാൻ നിന്ന്. അത് ശരി. എന്നിട്ടിപ്പോൾ അവസാനം എന്തായി? എന്നിട്ടിപ്പോൾ എന്താ, ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വയ്യത് ഉണ്ടാക്കാം, നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോ പറഞ്ഞു. അത് ആൾക്ക് പറ്റിയില്ല. അതിനവിടെ പൊരിഞ്ഞ വഴക്കായിരുന്നു. ഞാൻ നല്ലത് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ നടക്കുമ്പോൾ അവ ഉണ്ടായില്ലേ അവിടെ? ഉണ്ടായിട്ടിപ്പോൾ എനിക്കെന്താ കാര്യം? മകൻ അമ്മയുടെ സൈഡാണ്. ഞാൻ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. അവരറിയട്ടെ എൻ്റെ വില. എന്തായാലും ഇരിക്കി, അപ്പോൾ വരാം. മനസ്സിലാ? അതെന്തപ്പോൾ ഇത്? എന്തിനാ കിടക്കണ്? എനിക്ക് വയ്യേ? വെയ്യമ്മ, നല്ല തലവേദന. അതെ, എന്തപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തലവേദന എടുക്കാൻ കാരണം? വെയ്യ എനിക്ക്. നീ കിടക്ക്, ഞാൻ എൻ്റെ ഒരു ഗുളിക ഉണ്ട്, എടുത്തു തരാം. അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തലവേദന മാറും. ഇന്ന് കിടന്നോ. അമ്മ, ചായ എടുത്താൽ കുടിക്കാൻ? ചായ വെച്ചിട്ടുണ്ടോ? അതായിരിക്കണോ, എടുത്ത് കുടിച്ചോയേ. അല്ലമ്മ, നിങ്ങളെന്തിനാ ഈ പണികളൊക്കെ ചെയ്യണ്? അവളെ കൊണ്ട് ചെയ്യിച്ചൂടെ ഇതൊക്കെ? അവൾക്ക് അവിടെ തലവേദന എടുക്കാന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണേ. എന്ത് തലവേദന? പണിയെടുക്കാണ്ടിരിക്കാനുള്ള അടവായിരിക്കും. അല്ല, എങ്ങനെ എനിക്കറിയാം? എന്നോട് പറഞ്ഞവള്. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട കേട്ടാ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് നീ കുറച്ചു നേരം അവിടെ കിടന്നോ, പണികളൊക്കെ ഞാൻ ചെയ്യാന്നുള്ളത്. നന്നായി, നല്ല കാര്യമായി. എല്ലാത്തിനും കൊണ്ട് വളം വെച്ച് കൊടുക്കുക. അപ്പോൾ അവൾക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാവുമല്ലോ. അത് ശരി. അപ്പം എൻ്റെ കുട്ടിക്ക് എന്നോട് അത്ര സ്നേഹം ഉണ്ടല്ലേ? നീ എന്നെ കുറച്ചു നേരം സഹായിക്കേ, വായോ. പിന്നെ ഞാനിവിടെ 2 ദിവസം റെസ്റ്റ് എടുക്കാമല്ലോ വിചാരിച്ചു വന്നതാ. അപ്പോൾ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. എന്നാലും അവളെ കൊണ്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഫോൻ്റെ പൊട്ടത്തെ, അവൾ അതിന് അന്നെ പോലെ ഒന്നല്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞവൾ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ അവൾക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഒന്ന് അടുക്കളയിൽ കയറിയത്. മനസ്സിലായോ എനിക്ക്? എൻ്റെ വർത്തമാനം കേട്ടതൊന്നുമില്ല. ഈ കല്യാണത്തിന് മുന്നേ 24 മണിക്കൂർ എന്നെ സഹായിച്ചിട്ടാണ് നടക്കണമെന്ന്. ഈ തിന്ന പാത്രം കഴുകി വെച്ചിട്ടുണ്ടോ? അതവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവല്ലേ ചെയ്യേ? അവളെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പറ്റിയില്ല. നിങ്ങൾ എൻ്റെ തലയിൽ കയറ്. അല്ല, എന്നിട്ടിപ്പോൾ അവൾ എന്നെ ഉപദേശിക്കാൻ വരിക.
ഞങ്ങൾ ഉപദേശിക്കാൻ വന്നതൊന്നല്ല, കണ്ട കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ. എല്ലാ വീട്ടിലും വന്നു കയറി പെണ്ണുങ്ങൾ തന്നെ പണികൾ ചെയ്യുക, അല്ലാണ്ട് തള്ളന്മാരല്ല. അതെ, അങ്ങനെ കാര്യങ്ങൾ. അന്ന് നീ എന്താ അവിടുത്തെ പണികൾ ചെയ്യാണ്ട് അവിടെ നിന്ന് തല്ലൂടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതേ? ഉമ്മ വിക്സ് എവിടെ വെച്ചേക്കണ്? അത് ഉമ്മയുടെ റൂമിൽ ആ ഷോക്കേസിലുണ്ടാവും, ഒന്ന് നോക്കി നോക്കിയേ. തലവേദന കുറഞ്ഞില്ലേ? ഇല്ലമ്മ, ഗുളിക കഴിച്ചിട്ടൊന്നും ഒരു കുറവില്ല. അത് മെല്ലെ മാറുള്ളൂ, ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. ഞാൻ നിനക്ക് കുറച്ച് കട്ടൻ ചായ വെച്ച് തരട്ടെ? എന്നാ വെച്ചേരെ. നല്ല സുഖമാണല്ലേ നിനക്കിവിടെ? നിനക്കൊന്ന് വയ്യാന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഉമ്മ ചെയ്തു തരണ്ടല്ലോ. അത് വിചാരിച്ചിട്ട് നീ അത് മുതലാക്കാൻ നിൽക്കണ്ട. നിന്റെ തലവേദന മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഉമ്മനെ ഒന്ന് സഹായിക്കാൻ നോക്ക്. ഉമ്മ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മതി, ഇടി നിർത്ത്. നീ ആ ചായ കുടിച്ചിട്ട് എൻ്റെ കാര്യം നോക്കിയിട്ട് അവിടെ പോയിരിക്കാൻ നോക്ക്. നീ ഒരു കാര്യം ചെയ്യും മോളെ, അവിടെ പോയി കിടന്നാ. ഈ പെണ്ണിന് ഭ്രാന്താ. ചെല്ല്, ഞാൻ ഈ കട്ടൻ ചായ വെച്ചിട്ട് അങ്ങോട്ട് കൊടുന്നേരാം. പൊയ്ക്കോ. മതി ചായ എനിക്ക്. ഇതൊന്ന് കണ്ടൊക്കെ എനിക്ക് വയ്യ. തല കയറ്റി വെച്ച ഞങ്ങള്, അവസാനം എന്താ ഉണ്ടാവുക നമുക്ക് കാണാം. അല്ലമ്മ, ഞാൻ എന്തായാലും അവൾക്ക് കൊടുക്കാണ്ടോ? എന്നെ കാണുമ്പോൾ അവളുടെ മോൻ കയറ്റി നടക്കണു. അതിനെങ്ങനെ ഇങ്ങോട്ട് ഉണ്ടായാൽ മാത്രം പോരാ, അവളുടെ അടുത്ത് ഇത്തിരി നല്ല സ്വഭാവത്തിൽ നിൽക്കണേ. ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? ഞാൻ പോയി അവളുടെ കാല് പിടിക്കണോ? നീ കാലും പിടിക്കണ്ട, കൈയും പിടിക്കണ്ട, ഇത്തിരി മയത്തിലൊക്കെ നീ നിന്നാൽ മതി. പിന്നെ എനിക്കിങ്ങനൊക്കെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അഭിനയിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് തിരിച്ച് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ല, നിങ്ങളെന്താ എന്ത് പറഞ്ഞാലും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഞാനാ നിങ്ങളുടെ മകൾ, അതവളോ? എനിക്ക് രണ്ടാളും ഒരേപോലെയാണ്, അല്ലാണ്ട് അവളുടെ അടുത്ത് ഇത്തിരി സ്നേഹം കൂടുതൽ, എൻ്റെ അടുത്ത് ഇത്തിരി സ്നേഹം കുറവ്, അങ്ങനെ ഒന്നുമില്ല. ഈ രണ്ടാളും ഞാൻ ഒരേപോലെ കാണുന്നത്. അതെനിക്കും കൂടി ഒന്നും തോന്നണ്ടേ? അനക്ക് പല്ലുകലും അങ്ങനെ തോന്നില്ല, കാരണം ഞാൻ അവളുടെ അടുത്ത് മിണ്ടത് പോലെ എനിക്ക് അസൂയാണല്ലോ. എന്താ രണ്ടാളും കാര്യമായിട്ട് നല്ല വർത്താനത്തിലാണല്ലോ? എന്താ കാര്യം? അതെന്തായി, നിങ്ങൾക്കിവിടെ വർത്താനം പറയാനും പാടില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നല്ല. എങ്ങനെയുണ്ട് തലവേദന? കുറവുണ്ടോ? ഇപ്പോൾ വലിയ കുഴപ്പമില്ലമ്മ, കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു അരമണിക്കൂർ മതി, തലവേദന വേഗം മാറും. നല്ല ഗുളികയാണത്. ഈ തലവേദന വരുമ്പോഴേ ഞാൻ ആ ഗുളികനെ കഴിക്കാറ്, വേഗം മാറും ഇത്. അല്ല, നിനക്കെന്താ അങ്ങനെ പെട്ടെന്ന് തലവേദന വരാൻ? ഇനിയിപ്പോൾ ഞാൻ വന്നോണ്ടാ? എന്ത് താത്തങ്ങൾ അങ്ങനെ പറഞ്ഞ്? അല്ല, സാധാരണ അങ്ങനെ ആണല്ലോ. കെട്ടിച്ചു വിട്ട പെൺകുട്ടികൾ വീട്ടിലേക്ക് 2 ദിവസം നിൽക്കാൻ വന്നാൽ നാത്തുമാർക്ക് പറ്റില്ലല്ലോ. നിങ്ങളിപ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടിപ്പോൾ എല്ലാവരും അങ്ങനെയാവും താത്ത. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. നിങ്ങൾ വന്നോളി, അതിനിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളിതിന് ആവശ്യമില്ലാണ്ട് എന്നോട് ചൂടാവാൻ നിൽക്കണ്. അതിന് ഞാൻ ചൂടായിട്ടില്ല, മനസ്സിലാ കാര്യമല്ലേ പറഞ്ഞേ? ഉമ്മ, അടുത്ത ആഴ്ച ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകും കേട്ടോ. 2 ദിവസം നിന്നിട്ട് വരാം. വീട്ടിൽ പോവേ? അപ്പോൾ ഉമ്മാനോട് ഒറ്റക്കാക്കിയിട്ട് പോവേ? അതിനെന്താ, അവൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ അവൾ പോയിക്കോട്ടെ. എൻ്റെ പറച്ചിലായിട്ടാ തോന്നില്ല ഞാൻ അവിടെ വയ്യാണ്ട് കിടക്കുകയാണെന്ന്. അതല്ലമ്മ, എന്നാലും നിങ്ങളോട് ഒറ്റയ്ക്കല്ലേ? അല്ല, നീ ഇപ്പം ഇതിന് ഇത്ര അർജൻറ്റായി വീട്ടിൽ പോണ്? അല്ല, ആൾക്ക് എന്തിനിപ്പോൾ നീ അറിയണ്? നിനക്ക് ഇങ്ങോട്ട് വരണം തോന്നിയപ്പോൾ നീ ഇങ്ങോട്ട് വേഗം പോകുന്നില്ലേ? അതേപോലെ അതിനും അങ്ങോട്ട് പോകണമെന്നുണ്ടാവേ. നീ പോയിക്കോ മോളെ. എന്ത് പറഞ്ഞാലും പിന്നെ മരുമോളെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ പറയുള്ളൂ. ഈ ലോകത്ത് എവിടെ ഇല്ലാത്തൊരു അമ്മായിമ്മ മരുമോളും. നിനക്കേ നല്ല അസൂയാണ്, അതിന് എൻ്റെ അടുത്തും വരുന്നില്ല. അല്ല, നീ എന്തിനാ അവളുടെ അടുത്ത് തല്ലൂടാൻ പോണ്? നീ നാത്തുമ്പോരെടുക്കുക? ചെറുതായിട്ട് നാത്തുമ്പോരൊക്കെ എടുത്താലേ ഇവളുമാരുടെ അടുത്തൊക്കെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെ തലേ കയറുന്ന ഇറങ്ങുള്ളൂ. അതെ, എന്നിട്ടിപ്പോൾ എന്തായി? നല്ലതുപോലെ അങ്ങോട്ട് തിരിച്ച് കിട്ടിയില്ലേ? ഇതിനെയാണ് വടി കൊടുത്ത് അടി വാങ്ങാന്ന് പറയുക. അല്ല, എന്ത് കണ്ടിട്ട് നിങ്ങൾ അവളുടെ അടുത്ത് തലേ കയറ്റി നടക്കണ്? ഇതിന് മാത്രം അവൾ എന്തെങ്കിലും ചെയ്തു തരുന്നേ? ഒന്നും എനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾ ഈ അവളോട് കാണിക്കുന്ന സ്നേഹമൊന്നും അവൾക്ക് നിങ്ങളോട് ഉണ്ടാവില്ല. അവൾ കാര്യം നേടാൻ വേണ്ടി സ്നേഹിക്കണാവും നിങ്ങളെ. എന്ത് കാര്യം സാധിച്ചെടുക്കാൻ? നിങ്ങളെ സോപ്പിട്ട് നിന്ന് അവൾക്ക് ഇവിടുത്തെ ഒരു പണി എടുക്കണ്ടല്ലോ, എല്ലാ പണിയും നിങ്ങൾ തന്നെ ചെയ്തോളൂ. പിന്നെ ഒന്നരാടെ കുടുംബം അവൾക്ക് വീട്ടിലേക്കും പോവാം. എവിടെ കിട്ടും ഇങ്ങനെ ഒരു സുഖം? അല്ല, എല്ലാവരും എന്നെ പോലെ വിചാരിച്ചോ? അതൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം, അപ്പം നമുക്ക് വിശ്വാസമാവുമല്ലോ. ആദ്യം തെളിയിക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞുമ്മ, വെറുതെ ഇരിക്കുക. വാപ്പ എവിടെ? ഒന്ന് പുറത്തേക്ക് പോയില്ലേ? ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാട്ടമ്മ. അവിടെ താത്ത വന്നിട്ടുണ്ട്. താത്ത 2-3-4 ദിവസം ഉണ്ടാവും ഇവിടെ. അപ്പോൾ 2 ദിവസം അവരോട് ഇരിക്കട്ടെ.
എന്നിട്ട് ഞാൻ വരാം കേട്ടോ. അല്ലമ്മ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ അവൾ അത്ര നല്ല ആളൊന്നല്ലാന്ന്. അപ്പം അത് അവളുള്ള ഉമ്മാനെ വിളിച്ചിട്ടേ നമ്മൾ രണ്ടുപേരും കുറ്റം പറഞ്ഞു കൊടുക്കുക. പോടി അവിടുന്ന്. അവൾ അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാവും. പിന്നെ ഒരു വിശേഷം അറിയില്ല. ഞാൻ എൻ്റെ 2 ചുവട് കൊണ്ട് കേട്ടതാണ് നമ്മുടെ രണ്ടുപേരെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, നീ എന്താ കേട്ടത്? അവളെന്താ പറഞ്ഞറിയോ? നാത്തും വന്നിട്ടുണ്ട്, കുറേ ദിവസം കഴിഞ്ഞിട്ടേ പോളൂ, എനിക്ക് പണി ഉണ്ടാക്കാൻ വന്നതാണ്, അപ്പം തല്ലൂടി വന്നതാന്നൊക്കെ പറഞ്ഞത്. പിന്നെ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞറിയോ? ആ തള്ള ഒരു പണി എടുക്കില്ല, ഞാൻ തന്നെയാണ് എല്ലാ പണി എടുക്കുന്നത്, 2 എണ്ണം ഒരുപോലെ എന്നൊക്കെ പറഞ്ഞത്. എന്തൊക്കെയാ അവിടെ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ അവള്? ആ പറഞ്ഞേ, അല്ലാണ്ട് പിന്നെ ഞാൻ ഈ കാര്യമൊക്കെ നുണ പറയുമോ? എന്നിട്ട് എവിടെ അവള് ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക? ഇല്ല, എപ്പോൾ കഴിഞ്ഞു വന്നു. അത് ശരി, ഇന്ന് അതൊക്കെ ഒന്ന് അവളടുത്ത് ചോദിക്കണമല്ലോ. വേണ്ട മകളൊന്നും ചോദിക്കാൻ പോണ്ട. എന്തായാലും മക അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ? എന്തായാലും അവളൊരു സ്വഭാവം. നമ്മളടുത്ത് ഇത്ര നല്ലതിൽ നിന്നിട്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ അവളുള്ള ഉമ്മാനെ വിളിച്ചിട്ട് നമ്മുടെ കുറ്റം പറയുക. എന്നെ പറഞ്ഞത് പോട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോഴോ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ അവളെ കുറ്റം പറഞ്ഞപ്പോഴോ? ഞാൻ ഇത് കേട്ടോണ്ട് കാര്യം മനസ്സിലായി. അല്ലെങ്കിലോ? ഇല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ കുഴപ്പമില്ലേ, അവളുള്ള ഉമ്മാനെ വിളിച്ചിട്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കണോ? അപ്പം നീ നിൻ്റെ അമ്മായിമ്മയുടെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറയണതോ? അത് ശരി, അതാ തള്ളയുടെ സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ടല്ലേ? അതുപോലെയാണോ നിങ്ങൾ? അതെന്തേ, എനിക്ക് 2 കൊമ്പുണ്ടോ? എന്നാലും അങ്ങനല്ലല്ലോ, നിങ്ങൾ അവളെ തലയിൽ കഴിഞ്ഞിട്ടല്ലേ നടക്കുന്നത്. അപ്പോൾ അവൾ നിങ്ങളടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പിന്നെ ഒന്നാമത് നീ പറഞ്ഞ കാര്യം ഞാനോട് വിശ്വസിച്ചിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ അവൾ പറഞ്ഞപ്പോൾ എന്താണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അവൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അതവൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഇപ്പം എന്താ പ്രശ്നം? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. നീ അവിടെ പോയിട്ട് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ പോയി ഫോണിൽ കളിക്കാൻ നോക്ക്. ചെല്ല്. നീ വെറുതെ എന്നെ അവളെയും കൂടി തല്ലുണ്ടാക്കാൻ ശ്രമിക്കണ്ട കേട്ടാ. ഈ ഉമ്മാൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, ഒന്നും അങ്ങോട്ട് കേൾക്കണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി അവളടുത്ത് പോയിട്ട് ഉമ്മാൻ്റെ കുറ്റം പറഞ്ഞാലോ? ഇനിയിപ്പോൾ അവൾക്ക് എന്താ തോന്നുക? അല്ല, എന്ത് തോന്നിയാലും ഇപ്പം എനിക്കെന്താ, കാര്യം നടക്കണ്ടേ? അവളൊരു വിചാരമുണ്ട്, എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അവളിൽ എഴുതുന്നതാണ്. അതവിടെ മാറ്റി കൊടുക്കണം. 2 ആളും കൂടി അങ്ങോട്ട് പിരിയിപ്പിക്കണം. ആരടുത്ത് നീ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? അത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചതാ, ഉമ്മാനെ വിളിച്ചതായിരുന്നു. കുറച്ച് ദിവസമായി വിളിച്ചിട്ടേ, അപ്പോൾ ഒന്ന് വിളിച്ചതാ. അതെ, എന്നിട്ട് അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഉമ്മയും വാപ്പയും ഈ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെ ഒക്കെ ഗുളിക കഴിക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതാവൂലേ നീ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എന്തപ്പം ഇന്ന് പതിവില്ലാണ്ടൊരു സ്നേഹം, എന്തേലും കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കാനാവും എന്നെ. എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇനി നീ വീട്ടിൽ പോയാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ? ഇല്ല, അതേ ദിവസം നിൽക്കില്ല, 2 ദിവസം തന്നെ നിൽക്കുള്ളൂ. ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഈ അമ്മായിമ്മ എന്ന് പറയണവർക്കൊക്കെ കണക്കാണ് അല്ലേ? അതെന്താ തങ്ങൾ അങ്ങനെ പറയണ്? അല്ലേ, ഞാൻ എൻ്റെ അമ്മായിമ്മയുടെ കാര്യം ആലോചിക്കായിരുന്നേ. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്ത് സ്നേഹമായിരുന്നു അറിയാം എന്നോട് ഒന്നും പറയില്ലായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, എന്ത് ഭാഗ്യമാണല്ലേ എനിക്കെന്ന്. കാരണം എൻ്റെ ഉമ്മ പോലും ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നോട്. പിന്നെയല്ലേ മനസ്സിലായത് ഇതെല്ലാം തള്ളയുടെ കള്ളത്തരാണെന്ന്. ആദ്യം എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യില്ലായിരുന്നു, ഒക്കെ അവരെന്നെയായിരുന്നു ചെയ്യുക. പിന്നെ അവരുടെ സ്വഭാവം മാറാൻ തുടങ്ങി. പിന്നെ തൊട്ടേനും പിടിച്ചവനും ഒക്കെ നല്ല ദേഷ്യമായി, എല്ലാ പണിയും എന്നെ കൊണ്ട് ചെയ്യിക്കുക. പിന്നെ വരുന്നവരടുത്തും പോകുന്നിടത്തും ഒക്കെ എൻ്റെ കുറ്റം പറഞ്ഞു നടക്കില്ലായിരുന്നു പണി. എത്ര പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറിയെന്നറിയോ? അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആരുടെങ്കിലും പറഞ്ഞിട്ടാണ് എന്നെ പറയണമെങ്കിൽ പിന്നെയുണ്ട്, ഇത് ഞാൻ ഒന്നും പറയാറില്ലേ. അല്ലെങ്കിൽ ഇപ്പം അവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ വേണമല്ലേ നമ്മളെ കുറ്റങ്ങൾ പറയാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി ഉമ്മാക്കൊക്കെ നിന്നോട് എന്ത് സ്നേഹമല്ലേ. ഇതൊക്കെ എപ്പോഴാണ് മാറുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇവർക്കൊക്കെ നമ്മൾ മരുമക്കളെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നേ. കാര്യമൊക്കെ എൻ്റെ ഉമ്മ തന്നെയാണ്, പക്ഷെ ഉമ്മാക്കൊണ്ട് ഇങ്ങനത്തെ സ്വഭാവം. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, നീ അത്ര അടുപ്പത്തിൽ നിൽക്കണ്ട, കുറച്ച് അകലം വിട്ടിട്ടൊക്കെ നിന്നാൽ മതി. ഇമ്മ അങ്ങനെ നല്ല താത്ത, ഇത്ര കാലമായിട്ട് മോൻ കറുപ്പിച്ചിട്ട് ഉമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആരടുത്ത് നീ പറയണേ? എൻ്റെ അടുത്തോ? ഇതിപ്പോൾ തന്നെ നോക്ക്, ഉമ്മ എത്ര പ്രാവശ്യം നിൻ്റെ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞാനത് നിന്നോട് പറയണത് മോശമല്ലേ എഴുതിയിട്ടാണ് പറയാത്തത്.
ഇപ്പം ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അയൽവക്കത്തുള്ളവരോട് പറയും, പിന്നെ കാണുന്നവരോട് പറയും, പിന്നെ നിന്നോട് നേരിട്ടാവും പറയുക, പിന്നെ ആകെ പ്രശ്നമാവും. പിന്നെ ആ തല്ലുകൂടിയിട്ട് എൻ്റെ പോലെ ഇവിടെ വന്നിരിക്കേണ്ടി വരും. അപ്പോൾ ആ പ്രശ്നത്തിനൊന്നും നിൽക്കാണ്ട് ആയം തന്നെ വലിയ അടുപ്പില്ലാണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ രണ്ടാൾക്കും തല്ലുകൂടാണ്ട് അങ്ങോട്ട് പോവുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ടാവണം കേട്ടോ. എന്നിട്ട് വേണം നീ ഇവിടെ ഇനി പെരുമാറാൻ. ഡീ, നീ എന്തൊക്കെയാണ് അവളുടെ അടുത്ത് എന്നെ പറ്റി പറഞ്ഞു കൊടുത്ത്? ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണത്? ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അല്ല, നീ ഇത് എന്ത് കൽപ്പിച്ച് കൂട്ടിയിട്ടാ? കുറേ അവളുടെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ അത് നടക്കണില്ല കണ്ടപ്പോൾ നീ വേഗം പ്ലേറ്റ് മാറ്റിയില്ലേ? ഞാനതിന് നിങ്ങളുടെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ അമ്മായിമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുത്ത്. നീ ഒന്നും പറയാൻ നിൽക്കണ്ട. നിനക്കേ അസൂയാണ്. നിനക്ക് നിൻ്റെ അമ്മായിമ്മയുടെ നിന്ന് കിട്ടാത്ത സ്നേഹം അവൾക്കൂടെ കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ അസൂയാണ്. അല്ല, എൻ്റെ കുട്ടി എന്നാ പോണെന്ന് പറഞ്ഞ്? ഇക്ക വിളിക്കട്ടെ, എന്നിട്ട് തന്നെ ഞാൻ പോകണുള്ളൂ. നീ ഒരു ഇക്ക വിളിക്കാൻ നിൽക്കണ്ട, ഒരു കൊക്കയും വിളിക്കാൻ നിൽക്കണ്ട. മര്യാദക്ക് നീ നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോ. ഞാൻ നിങ്ങളുടെ മകളാണ്, അത് നിങ്ങൾ ആലോചിച്ചോ? ആ ഒരു ബോധമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞത്. ഇനി നിൻ്റെ സ്വഭാവം എന്നാണ് നന്നാവണം അന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. ഇനി അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് എന്നെ കാണണം തോന്നുകയാണെങ്കിൽ നീ വീഡിയോ കോൾ വിളിച്ചോ. മനസ്സിലായില്ലേ? ഉമ്മ, അവളൊരു ഉമ്മ. എനിക്ക് കൂടെ എൻ്റെ മുന്നിൽ നിന്ന് തല്ലുണ്ടാക്കാൻ നടക്കണ്.